ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർജുൻ സാറിനെ സ്നേഹിച്ചു പോയതുകൊണ്ടാണെങ്കിൽ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും നമ്മളെ ചേച്ചി ശല്യപ്പെടുത്താൻ പോവില്ലല്ലോ. ഇനി എന്തൊക്കെയാണാവോ ദേവി നടക്കാൻ പോകുന്നത്? പറയുന്നതേ ഇവിടുത്തെ കുഞ്ഞിനെ കുറിച്ചാണെന്നുള്ളൊരു ബോധം. ആദ്യം അമ്മയെന്ന് നാഴികയ്ക്ക് 40 വട്ടവും വിളിച്ചു പറയുന്ന നീ മനസ്സിലാക്കണം. നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് അവനെ തല്ലുകയും ചിന്നുവിനെ കരയിക്കുകയും ഒക്കെ ചെയ്യുന്നതേ കുട്ടികളെ വാശി പിടിപ്പിച്ച് നീയായിട്ട് അവസാനം അങ്ങനെ ഒരു ബന്ധത്തിൽ അവരെ കൊണ്ട് എത്തിക്കരുത്. പറഞ്ഞേക്കാം. നിനക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ നീ നിന്റെ മോനെ ഉപദേശിച്ച് ശരിയാക്കണം. അല്ലാതെ തല്ലിപ്പഠിപ്പിക്കേണ്ട പ്രായം ഒന്നും അല്ല അവന്. എല്ലാവരും അത് മനസ്സിലാക്കിയാ കൊള്ളാം. 2 കുടുംബത്തിൽ ചെന്ന് കയറേണ്ട കുട്ടികളാ അവര്. ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കി അമ്മ തന്നെ അവന്റെ ജീവിതം കളയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ചന്ദ്രലേഖ എന്ത് കണ്ടു നിൽക്കുക? ഇനി ഇവിടെ നിന്ന് മുന വെച്ച സംസാരം കേൾക്കാനാണോ? നീ അകത്തു പോ. ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട. ജയനകത്തു പോ. ഇവർക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാനിവിടെ വന്നിട്ട് 2ാമത്തെ തവണയല്ലേ തന്നെ അവരിപ്പോ തല്ലുന്ന. താൻ ഇവിടുത്തെ ഡ്രൈവർ, ഞാനിവിടെ വീട്ടുജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടി. നമ്മള് നമ്മുടെ ജോലി കൃത്യമായിട്ട് എടുക്കുന്നില്ലേ? അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരത് പറയട്ടെ. ഞാനും താനും പുറത്തു പോയാ അവർക്കെന്താ കുഴപ്പം? ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളില് മറ്റൊരാൾ തലയിടുന്നത് ശരിയല്ല. അത് തന്റെ 2ാം അമ്മയായാലും ശരി, ആരായാലും ശരി. താനത് വിടോ, അത് കഴിഞ്ഞില്ലേ? ഞാൻ എങ്ങനെ വിടും? ഞാൻ കാരണമല്ലേ തനിക്ക് തല്ലു കിട്ടിയ? ശരിക്കും അവർക്കല്ല, തനിക്കാ വട്ട്. നല്ല മുഴുത്ത വട്ട്. നല്ലൊരു ഡ്രൈവർ അല്ലേ താൻ? എവിടെ പോയാലും തനിക്ക് ജോലി കിട്ടും. അങ്ങനെ ഒരു തൊഴിലും കയ്യിൽ വെച്ചിട്ട് താൻ എന്തിനാ ഇവരുടെ ആട്ടും തുപ്പും സഹിച്ച് തല്ലും കൊണ്ട് ഇവിടെ കിടക്കുന്ന? കളഞ്ഞിട്ട് പോടോ ഇവിടുന്ന്. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്ക്. നമുക്ക് നിവർത്തിയില്ലെന്ന് കരുതി വെറുതെ എടുത്തിട്ട് തല്ലുവാണോ? അല്ല, ശരിക്കും എന്താ അവരുടെ പ്രശ്നം? ഞാനും താനും ഒന്ന് പുറത്തു പോയതോ? നമ്മള് പുറത്തു പോവും, സംസാരിക്കും, ചിലപ്പോ ബീച്ചിൽ പോയെന്ന് വരും, ചിലപ്പോ സിനിമയ്ക്ക് പോയെന്നും വരും. അതിന് അവർക്കെന്താ? 2 തവണ അവരെന്റെ അമ്മയെ തല്ലി, 2 തവണ തന്നെയും വെച്ചിട്ടുണ്ട് ഞാൻ അവർക്ക്. അവർക്ക് തല്ലാൻ ഒരു മോൻ എടുത്തുണ്ടല്ലോ, അവനെ തല്ലിയ പോരെ? എടോ, കുറെ വർഷമായി ഞാനിവിടെ വന്നിട്ട്. എന്നൊരു മോനെ പോലെയാ രമമ്മ കാണുന്നത്, ഞാൻ അമ്മയെ പോലെ. അതുകൊണ്ട് 1-2 കിട്ടിയാലും സാരമില്ല. നമ്മുടെ അമ്മ തല്ലിയ നമുക്ക് വേദനിക്കോ? ഇല്ലല്ലോ. ഇതും അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഉള്ളത് തന്നെ. എന്തെന്ന്? താൻ ഒരു അസല് കിഴങ്ങനാണെന്ന്. മധുര വർത്താനോ താനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കിഴങ്ങന്നിന്റെ എന്റെ വാ ചൊറിഞ്ഞു വരുന്നുണ്ട്. നിന്നെ ഇഷ്ടായതുകൊണ്ടാ ഞാനിപ്പോ ഇതൊക്കെ സഹിച്ച് കേട്ട് നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, വേണമെങ്കിൽ കേക്ക്. മര്യാദക്ക് ഇവിടുന്ന് പോ. എന്നിട്ട് മറ്റെവിടെയെങ്കിലും ചെന്ന് ജോലി എടുത്ത് ജീവിക്കേ. ഇവിടെ കിടന്ന അവരുടെ അടിയും കൊണ്ട് താൻ ചാവും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടുന്ന് പോകുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് അത്രയും പ്രിയപ്പെട്ടതൊക്കെ ഉള്ളത് ഇവിടെയാ. പിന്നെ തല്ലിന്റെ കാര്യം, തന്റെ കൂടെ വന്നതിനല്ലേ തല്ലി കിട്ടിയത്. തന്റെ ഒപ്പം നടക്കുന്നതിന് 2 തല്ലി കിട്ടിയാലും സാരമില്ല.
ചേട്ടാ ഐശ്വര്യയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. അതിനെന്താ, വരട്ടെ. നമ്മൾ നേരത്തെ റെഡിയാണല്ലോ. ആ ചന്ദ്രലേഖേ, ഐശ്വര്യലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നമ്മൾ റെഡിയല്ലേ? അതെ. ആ ഒരു കുറവും വരുത്തരുത്, കേട്ടല്ലോ. ആ ജേട്ടാ ഒന്ന് വന്നേ. അച്ഛനും അമ്മയും വരുന്നുണ്ടെന്നോ? അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പാവ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ ഇത് ഏതാ അച്ഛൻ? ചേച്ചി ഇത് എന്ത് ഭാവിച്ച? ഇത് കൊളാവും. കളിച്ച് കളിച്ച് ചേച്ചി ഇത് എങ്ങോട്ടാ പോകുന്നേ അമ്മ? നമ്മളെ കുറിച്ച് പറയാൻ പറ്റിയില്ലേ? അനാഥയാണെന്ന് പറഞ്ഞാലും മതിയായിരുന്നല്ലോ. ഇതിപ്പോ അച്ഛനും അമ്മയാണെന്നും പറഞ്ഞ് മറ്റാരെയോ കൊണ്ടുവന്ന് പിന്നീട് എന്തെങ്കിലും ആയി പോയാ ചേച്ചിയുടെ ജീവിതം എന്താവും? ഇതൊക്കെ എന്താ ചേച്ചി ഓർക്കാത്തെ? അങ്ങനെ പറ്റിച്ച് ഈ വിവാഹം നടത്തിയാൽ തന്നെ എന്നായാലും എല്ലാരും അറിയില്ലേ എല്ലാം. വലിയ അപകടത്തിലേക്കാ ചേച്ചിയുടെ പോക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാവും. അതുപോലും ഓർക്കുന്നില്ല. ചേച്ചിക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം എവിടെ നിന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് പാവമായിരുന്നു. അർജുൻ സാറിനെ സ്നേഹിച്ചു പോയതുകൊണ്ടാണെങ്കിൽ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും നമ്മളെ ചേച്ചി ശല്യപ്പെടുത്താൻ പോവില്ലല്ലോ. ഇനി എന്തൊക്കെയാണാവോ ദേവി നടക്കാൻ പോകുന്നത്? ഓ എന്റെ ഈശോയെ, കള്ള ഇത് എന്തിനു വേണ്ടേ? അയ്യോ, ഇത് വീടാ അതാ വല്ല കൊട്ടാരോ? ഇത് കാശിന്റെ അഹങ്കാരം അല്ലാതെ തോന്നുന്നു. പുറത്തേക്ക് തള്ളിയ രണ്ടുപേരുടെ കണ്ണൊന്നകത്തിട്ടെ, എന്നിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കും. രണ്ടുപേരോടും പറഞ്ഞേക്ക് ഓർമ്മണ്ടല്ലോ, ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം പെരുമാറാൻ. ഇവിടെ പൊളിച്ചടുക്കണ കാര്യം ഞങ്ങൾ ഏറ്റ്.